ഹലോ ഭാരതിയാർ യൂണിവേഴ്സിറ്റി STE BA ഇംഗ്ലീഷ് ഫസ്റ്റ് ഇയർ ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റിലെ 4ാമത്തെ ലെസണായ ലാലാജി അതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഫസ്റ്റ് പാർട്ട് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. ഒപ്പം ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് കടക്കാം. ഇൻട്രൊഡക്ഷൻ വരെയാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഇനി ഇൻട്രൊഡക്ഷൻ. Colonel Jim Corbett was serving as an official for 20 years in Indian Railways. Jim Corbett is a well-known writer portraying the Indian culture, tradition, and especially the Indian forest. The present lesson is taken from his book My India, where he portrays a man who kept his promise and sincerity. കേണൽ ജിം കോർബറ്റ് എന്ന് പറയുന്ന വ്യക്തി, അത് നമ്മുടെ ഓഥറാണ്. നമ്മുടെ ഈ ഒരു ലാലാജി എന്ന് പറയുന്ന ഈ ഒരു പ്രോസിൻ്റെ ഓഥറാണ്. അദ്ദേഹം 20 വർഷമായിട്ട് ഇന്ത്യൻ റെയിൽവേയിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. ഇന്ത്യൻ ട്രഡീഷൻ, ഇന്ത്യൻ കൾച്ചർ, ഇതൊക്കെ എസ്പെഷ്യലി ഇന്ത്യൻ ഫോറസ്റ്റ്, ഇന്ത്യൻ കാടുകളെക്കുറിച്ചൊക്കെ ചിത്രീകരിച്ചിരുന്ന ഒരു വെൽ നോൺ റൈറ്ററാണ് ജിം കോർബറ്റ്. ഇപ്പം നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ലാലാജി എന്നുള്ള ഈ ഒരു പോർഷൻ എടുത്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മൈ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബുക്കിൽ നിന്നുമാണ്. അതിൽ അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു മനുഷ്യനെക്കുറിച്ചാണ്. ആ മനുഷ്യൻ്റെ പ്രോമിസ് അയാൾ വീട്ടുന്നത്, പ്രോമിസ് ചെയ്ത കാര്യം അയാൾ നിർവഹിക്കുന്നത്, അതുപോലെ അയാളുടെ സിൻസിയറിറ്റിയൊക്കെയാണ് ഈ ഒരു ഭാഗത്തിൽ പറയുന്നത്. സമ്മറി. Jim Corbett was serving as an official in Indian Railways. Only with his clearance the trains leave the station. Usually Corbett waits for the passengers from the steamer to alight the train in order to help the passengers. One day a steamer from Samaria carrying passengers had arrived late. The passengers hurried up to catch the train, which was detained by Corbett for few minutes. Corbett was watching everyone leaving the steamer. Last to leave the steamer was a thin man in a tattered condition and with a very look. Anyone can say that he is suffering from some disease, maybe affected by cholera, a dreaded disease. He was too weak to walk. He walked slowly to the edge of the river and spread the blanket on the bank of the river Ganges. He laid himself on it. Corbett cautioned him that he would miss the train. The thin man answered feebly that he had no intention to catch the train. ഓക്കെ, അപ്പോൾ ജിം കോർബറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേസിലുള്ള ഒരു ഓഫീസറാണ്. അദ്ദേഹത്തിന് ക്ലിയറൻസ് ഉണ്ടായാൽ മാത്രമേ ട്രെയിന് സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുകയുള്ളൂ. സാധാരണ സ്റ്റീമറിൽ നിന്നുള്ള പാസഞ്ചേഴ്സിനെ കൂടി ഈ ട്രെയിനിലേക്ക് കയറാൻ വേണ്ടിയിട്ട് കോർബറ്റ് അവർ വെയിറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഒരു ദിവസം സമാരിയയിൽ നിന്നുള്ള പാസഞ്ചേഴ്സിനെ കൊണ്ടുള്ള സ്റ്റീമർ വരാനായിട്ട് കുറച്ച് ലേറ്റായി. അപ്പോൾ ആ സ്റ്റീമറിൽ നിന്നുള്ള പാസഞ്ചേഴ്സ് അവർ ട്രെയിൻ പിടിക്കാൻ വേണ്ടിയിട്ട് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ സ്റ്റീമറിൽ നിന്നും പാസഞ്ചേഴ്സ് ഇറങ്ങുന്നതൊക്കെ കോർബറ്റ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ സ്റ്റീമറിൽ നിന്നും അവസാനമായിട്ട് വന്നത് ഒരു മെലിഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അയാളെ കാണുമ്പോൾ തന്നെ ഒരു ടാറ്റഡ് കണ്ടീഷനാണ്, ഒരു തകർന്ന ഒരു രൂപത്തിലാണ്. അയാളെ കാണുമ്പോൾ തന്നെ അയാളുടെ വസ്ത്രങ്ങളൊക്കെ മുഷിഞ്ഞതായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു കണ്ടീഷനാണ്. അയാളെ കണ്ടാൽ തന്നെ അയാൾക്ക് ഒരു അസുഖമുണ്ട് എന്നുള്ളത് മനസ്സിലാവും. കോളറയൊക്കെ പടർന്നിരുന്ന ആ ഒരു കാലമായതുകൊണ്ട് തന്നെ മേ ബി അയാൾക്ക് ബാധിച്ചിട്ടുള്ളത് കോളറയായിരിക്കാം എന്ന് ജിം കോർബറ്റ് കരുതുന്നുണ്ട്. അങ്ങനെ അസുഖബാധിതനായതുകൊണ്ട് തന്നെ അയാളുടെ ആ ഒരു നടത്തം എന്ന് പറയുന്നത് വളരെ വീക്കായിട്ടായിരുന്നു, ഒരു ദുർബലമായിട്ടായിരുന്നു അയാൾ നടന്നിരുന്നത്. അങ്ങനെ പതുക്കെ അയാൾ റിവറിൻ്റെ അടുത്തേക്ക്, ഗംഗാ നദിയുടെ അടുത്തേക്ക് പോയിട്ട് അവിടെ ബ്ലാങ്കറ്റ് വിരിച്ച് അവിടെ കിടക്കുന്നു. അപ്പോൾ ട്രെയിൻ പുറപ്പെടാറായ സമയത്ത് ജിം കോർബറ്റ് ഇയാളുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ട്രെയിൻ മിസ് ചെയ്യും, ഇങ്ങനെ കിടന്നുകൊണ്ടിരുന്നാൽ പറ്റില്ലല്ലോ, പോകണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു, എനിക്ക് ട്രെയിൻ പിടിക്കാനുള്ള ഉദ്ദേശമില്ല എന്ന്. ഇറ്റ് വാസ് സമ്മർ സീസൺ, ദ ഹോട്ടസ്റ്റ് ടൈം ഓഫ് ദ ഇയർ, വേർ കോളറ ഹിറ്റ്സ് ഓൾമോസ്റ്റ് അറ്റ് ഇറ്റ്സ് വേഴ്സ്റ്റ്. കോർബറ്റ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ തിൻ മാൻ അറ്റ് ദ ഫുട്ട് ഓഫ് ദ ഗാങ്വേ was terribly sick.
He took pity on him. He enquired the thin man to know whether he has any relatives or friends in that place. Since no one was there in Mokame Girls to help him, Corbett decided to help him and cure his disease. He helped the thin man to get up. He made the thin man to stay in one of his coolies' house, which was empty and away from other quarters, and provided him all possible help, including food and medicine. അപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു സമയത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. അതൊരു സമ്മർ സീസൺ ആയിരുന്നു, ഒരു വേനൽക്കാലമായിരുന്നു. വർഷത്തിലെ ഏറ്റവും ചൂട് കൂടിയ സമയമായിരുന്നു. ആ സമയത്താണ് കോളറ അവിടെ ഏറ്റവും മോശമായിട്ട് അവസ്ഥയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ജിം കോർബറ്റിന് ഈ ഒരു ആളെ കണ്ടപ്പോൾ തന്നെ അയാൾ ഭയങ്കരമായിട്ട് അസുഖമുണ്ട് എന്നുള്ളത് മനസ്സിലാവുകയും അയാളോട് ഒരു സഹതാപം തോന്നുകയും ചെയ്തു. എന്നിട്ട് അയാൾക്ക് ഈ സ്ഥലത്ത് ആരെങ്കിലും ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു. പക്ഷേ അയാൾക്ക് അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. മൊക്കാമെ ഗഡ് എന്ന് പറയുന്ന സ്ഥലത്ത് അയാൾക്ക് ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ജിം കോർബറ്റ് ഇയാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ തൻ്റെ ഒരു വേലക്കാരൻ്റെ ഒരു കൂലിയുടെ വീട്ടിൽ ഇയാളെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. ആ വീട് ശൂന്യമായിരുന്നു, അവിടെ ആരും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ബാക്കിയുള്ള വർക്കേഴ്സിൻ്റെയൊക്കെ ക്വാർട്ടേഴ്സിൽ നിന്നും കുറച്ച് വിട്ടിട്ടായിരുന്നു. അങ്ങനെ ജിം കോർബറ്റ് ഇയാൾക്ക് വേണ്ട ഫുഡും മെഡിസിനും ഒക്കെ കൊടുത്തു. ഓക്കെ, ചെക്ക് യുവർ പ്രോഗ്രസ് 1. വാട്ട് വാസ് ജിം കോർബറ്റ്? ജിം കോർബറ്റ് എന്തായിരുന്നു? ഇങ്ങനെ ചോദിക്കുമ്പോൾ ജിം കോർബറ്റ് എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഒരു മനുഷ്യനായിരുന്നു എന്നല്ല കേട്ടോ ആൻസർ. അയാൾ ചെയ്യുന്ന ജോലിയാണ് ചോദിക്കാം. അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യാണോ അങ്ങനത്തെ ഓരോ കാര്യങ്ങളുണ്ടല്ലോ, അതാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജിം കോർബറ്റ് ആരായിരുന്നു അല്ലെങ്കിൽ എന്തായിരുന്നു? ഹി വാസ് എ ഒഫീഷ്യൽ ഇൻ ഇന്ത്യൻ റെയിൽവേസിലുള്ള ഒരു ഓഫീസറായിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വേർ ഡിഡ് കോർബറ്റ് മീറ്റ് ലാലാജി ആൻഡ് വാട്ട് വാസ് ഹിസ് കണ്ടീഷൻ? എവിടെ വെച്ചാണ് കോർബറ്റ് ലാലാജിയെ കണ്ടത് ആൻഡ് അയാളുടെ കണ്ടീഷൻ ആ സമയത്ത് എന്തായിരുന്നു? ഓക്കെ, കോർബറ്റ് ലാലാജിയെ കണ്ടത് ആ ഒരു സ്റ്റീമറിൽ നിന്നും ഇറങ്ങുന്ന ആ ഒരു സമയത്താണ്. ആൻഡ് അയാളുടെ അവസ്ഥ എന്ന് പറയുന്നത് അയാൾ കോളറ കൊണ്ട് ഭയങ്കരമായിട്ട് അഫക്റ്റഡ് ആയിരുന്നു. കോളറ ഭയങ്കരമായിട്ട് ബാധിച്ചിരുന്നു. അപ്പോൾ ജിം കോർബറ്റ് മെറ്റ് ലാലാജി ഓൺ ഗെറ്റിംഗ് ഓഫ് ദ സ്റ്റീമറിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് കണ്ടത്. ആൻഡ് ഹി വാസ് ടെറിബിളി അഫക്റ്റഡ് ബൈ കോളറ. സമ്മറി ബി പാർട്ട്. Cholera hits every year during summer. This worst disease killed tens and thousands of people, but half of them died not due to cholera but of fear. Since Corbett had been living in Mokamagat for 10 years, he witnessed the dangers of the epidemic disease. Corbett thought that the thin man could be saved only by some crude treatment and fate. And this treatment could always be carried out on the thin man only if he had the confidence in Corbett. Surprisingly, the thin man started showing some signs of improvement and was responding to the crude treatment. Corbett did everything to the thin man, as other servants belonging to different community refused to come near the thin man. The thin man's condition improved at the end of the week, and he was able to give his pathetic story to Corbett. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ബി പാർട്ടിൻ്റെ അർത്ഥം പറയുന്നത് എല്ലാ വർഷവും സമ്മർ സീസണിൽ കോളറ വരാറുണ്ട്. ഈ ഒരു മോശമായിട്ടുള്ള ഈ ഒരു അസുഖം ഒരുപാട് ആളുകളെ, 10,000-കണക്കിന് ആളുകളെ കൊന്നിട്ടുണ്ട്. പക്ഷെ അതിൽ പകുതിയും കോളറ കാരണമല്ല മരിച്ചിട്ടുള്ളത്, ഭയം കാരണമാണ്. കോർബറ്റ് 10 വർഷമായി മൊക്കാമഗട്ടിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഈ ഒരു കോളറ വന്നിട്ടുള്ള ഒരുപാട് ആളുകളെ കോർബറ്റ് കണ്ടിട്ടുണ്ട്. കോർബറ്റ് വിചാരിച്ചത് ഈ ഒരു മെലിഞ്ഞിട്ടുള്ള ഈ ഒരു മനുഷ്യനെ അയാൾക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും അത് ഫലിക്കണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു വിശ്വാസം ഉണ്ടാവണം. അയാൾക്ക് കോർബറ്റിനും വിശ്വാസം വേണം, അതുപോലെ അയാൾ സുഖപ്പെടും എന്നുള്ള വിശ്വാസം അയാൾക്ക് വേണം. അങ്ങനെ അതിശയകരമായിട്ട് പറയാണ്, ആ ആൾക്കൊരു ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ സയൻസൊക്കെ കാണിച്ചു തുടങ്ങി.
അങ്ങനെ കോർബറ്റ് ഇയാൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു. അയാളുടെ സെർവൻസ്, വേറെ കമ്മ്യൂണിറ്റിയിലുള്ള സെർവൻസ് ഒന്നും ഇയാളുടെ അടുത്ത് പോയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടിയിരുന്നത് കോർബറ്റ് തന്നെയായിരുന്നു. അങ്ങനെ ഏകദേശം ഒരാഴ്ച കൊണ്ട് അയാൾക്ക് അയാളുടെ സ്റ്റോറി പറയാനുള്ള ഒരു ശേഷി അയാൾക്ക് കിട്ടി. ചെക്ക് യുവർ പ്രോഗ്രസ് ടു. വാട്ട് കൈൻഡ് ഓഫ് ഡിസീസ് വാസ് കോളറ? കോളറ എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള രോഗമാണ്? കോളറ ഒരു ഡെഡ്ലി ഡിസീസാണ്, ഒരു മാരകമായിട്ടുള്ള ഒരു രോഗമാണ്. അതൊരു പകർച്ചവ്യാധി കൂടിയാണ്, ഒരു പാൻഡമിക് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ഹോപ്പ് ഓഫ് കോർബറ്റ് ഇൻ ദ തിൻ മാൻ? ആ മെലിഞ്ഞ മനുഷ്യനിൽ കോർബറ്റിൻ്റെ പ്രതീക്ഷ എന്തായിരുന്നു? അതിൽ പറയുന്നുണ്ട് ക്രൂഡ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഫെയ്റ്റ്. സമ്മറി സി പാർട്ട്. He was Lalajee, a flourishing grain merchant. Unluckily, he had a crooked fellow as his partner. Initially, the business flourished with much profit. But one day, when Lala returned home from another town, he found that his partner has taken away all the money and shop was empty. Lalajee understood that he has been cheated by his partner. As a result, he became poor all at once and struggled to maintain his family. Then he managed to get a job on 7 rupees a month. This was a very difficult job and found it difficult to manage the family with the ordinary salary he received. It was during one of his business trips Lalajee was taken ill seriously. As his condition got worse, he wanted to die on the banks of the sacred ganges. അപ്പോൾ അയാളുടെ കഥ പറയാൻ തുടങ്ങുകയാണ്. കോർബറ്റിൻ്റെ അടുത്ത് കഥ പറയുകയാണ്. അയാൾ ലാലാജി ആണ്, ലാല ആണ് അയാൾ. ഒരു തഴച്ചു വളരുന്ന ഒരു ഗ്രെയിൻ മെർച്ചൻറ്റ്, അതായത് ബിസിനസ് വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അയാളുടെ പാർട്ട്ണർ അയാളെ ചതിച്ചു. ഒരു ദിവസം ഒരു നീണ്ട യാത്ര കഴിഞ്ഞിട്ട് ലാലാജി വന്നു നോക്കുന്ന സമയത്ത് ആ ഷോപ്പിൽ ഒരു സാധനം ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഇയാൾ അടിച്ചുകൊണ്ടുവരുന്നു, ഈ പാർട്ട്ണർ. അതുപോലെ ഉള്ള പൈസയും ഒക്കെ കൊണ്ടുപോയിരുന്നു. അപ്പോൾ ലാലാജിക്ക് മനസ്സിലായി ആ പാർട്ട്ണർ അയാളെ ചതിച്ചതാണ്. അങ്ങനെ ലാലാജിക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു ടു മെയിൻറ്റെയിൻ ഹിസ് ഫാമിലി. അങ്ങനെ മാസത്തിൽ 7 രൂപ കിട്ടുന്ന ഒരു ജോലി അയാൾ ചെയ്തു. അത് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു 7 രൂപയുണ്ട്. മാത്രമല്ല ഇത് കുറച്ച് കാലം മുമ്പത്തെ ഒരു സ്റ്റോറി ആയതുകൊണ്ട് തന്നെ 7 രൂപ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിലുള്ള ഒരു മൂല്യം അല്ല അതിനുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ബിസിനസ് ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഈ ലാലാജി പോയ സമയത്താണ് അയാൾക്ക് ഒരു അസുഖം പിടിപെട്ടത്. അങ്ങനെ അത് മൂർച്ഛിച്ച സമയത്താണ് പവിത്രമായിട്ടുള്ള അല്ലെങ്കിൽ വിശുദ്ധമായിട്ടുള്ള ഗംഗാനദിയുടെ തീരത്ത് വന്നിട്ട് മരിക്കാമെന്ന് അയാൾക്ക് തോന്നിയതും അവിടേക്ക് വന്നതും. ഓക്കെ, ചെക്ക് യുവർ പ്രോഗ്രസ് 3. ഹൗ ഡിഡ് ലാലാജി ബിക്കം പൂവർ? ലാലാജി എങ്ങനെയാണ് പാവപ്പെട്ടവനായത്? ലാലാജീസ് പാർട്ട്ണർ ചീറ്റഡ് ആൻഡ് റോബഡ് ദ മണി. അങ്ങനെയാണ് ലാലാജി പാവപ്പെട്ടവനായത്. വൈ ഡിഡ് ലാലാജി കം ടു മൊക്കാമഗഡ്? എന്തിനാണ് ലാലാജി മൊക്കാമഗഡിലേക്ക് വന്നത്? ഇതിൽ ലാസ്റ്റ് പറയുന്നുണ്ട് അയാളുടെ കണ്ടീഷൻ മോശമായ സമയത്ത് അയാൾക്ക് ഗംഗയുടെ തീരത്ത് നിന്ന് മരിക്കണം എന്നുള്ളത് തോന്നി. ഹിസ് കണ്ടീഷൻ ഗോട്ട് വോസ്. ഹി വാണ്ടഡ് ടു ഡൈ ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ സാക്രഡ് ഗാങ്സ്. Summary D part. Lalajee stayed with Corbett for about a month. One day he expressed his desire to go back to Gaya. Corbett asked him what he would do at Gaya if Lalajee's master had appointed another man in his place. Lalajee replied that he would find some other job. Corbett asked Lalajee to become a merchant again, for which he replied that no one would offer security for 500 rupees if he had to start the business again. Lalajee got ready to go to Gaya. Corbett gave him the train ticket for Gaya and also 500 rupees. Lalajee was tongue-tied and putting his head on Corbett's feet. He promised to return the money within a year. അങ്ങനെ ലാലാജി കോർബറ്റിൻ്റെ കൂടെ ഏകദേശം 1 മാസത്തോളം താമസിച്ചു. പിന്നീട് ലാലാജി ഗയയിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ കോർബറ്റ് ചോദിച്ചു, ഈ ലാലാജിയുടെ മാസ്റ്റർ
വേറൊരാളെ ആ ഒരു സ്ഥാനത്തേക്ക്, ലാലാജിയുടെ സ്ഥാനത്തേക്ക് അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളത് ചോദിച്ചപ്പോൾ ലാലാജി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റൊരു ജോലി കണ്ടെത്തും. അപ്പോൾ കോർബറ്റ് ചോദിച്ചു, എന്തുകൊണ്ട് ഇനിയൊരു ബിസിനസ് ചെയ്തുകൂടാ എന്നുള്ളത് ചോദിച്ച സമയത്ത് അപ്പോൾ ലാലാജി പറഞ്ഞത്, എനിക്ക് ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ 500 rupees തരാനായിട്ട് ഈ ഭൂമിയിൽ ആരുമില്ല. അങ്ങനെ ലാലാജി പോവാൻ റെഡിയായി. അപ്പോൾ കോർബറ്റ് ഗയയിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റും അതുപോലെ 500 rupees ഈ ലാലാജിക്ക് കൊടുത്തു. ആ സമയത്ത് ലാലാജിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അയാൾക്ക് ഉരിയാടാൻ കഴിഞ്ഞില്ല. ആൻഡ് ലാലാജി കോർബറ്റിൻ്റെ കാൽക്കൽ തല വെച്ചുകൊണ്ട് അയാൾക്ക്, അതായത് കോർബറ്റിന് ഒരു പ്രോമിസ് ചെയ്തു കൊടുത്തു, ഈ പൈസ 1 വർഷം കൊണ്ട് തിരിച്ചു കൊടുക്കും എന്നുള്ളത്. ചെക്ക് യുവർ പ്രോഗ്രസ് ഫോം. വാട്ട് ഡിഡ് ലാലാജി ഡു വെൻ കോർബറ്റ് ഗേവ് ഹിം 500 rupees? കോർബറ്റ് ലാലാജിക്ക് 500 രൂപ കൊടുത്ത സമയത്ത് ലാലാജി എന്താണ് ചെയ്തത്? ലാലാജി വാസ് ടങ് ടൈഡ്. നാവ് കെട്ടി എന്നർത്ഥം വരുന്നത് ഒന്നും സംസാരിക്കാൻ കഴിയാതെ നിൽക്കുന്ന ആ ഒരു അവസ്ഥയാണ്. വാട്ട് പ്രോമിസ് ഡിഡ് ലാലാജി ഗിവ് ടു കോർബറ്റ്? എന്ത് പ്രോമിസാണ് ലാലാജി കോർബറ്റിന് നൽകിയത്? ലാലാജി പ്രോമിസ് ടു കോർബറ്റ് ദാറ്റ് ഹി വുഡ് റിട്ടേൺ ദ മണി വിത്തിൻ 1 year. 1 വർഷത്തിനുള്ളിൽ ഈ ഒരു പൈസ തിരിച്ചു തരും എന്നുള്ളതാണ് ലാലാജി കോർബറ്റിന് കൊടുത്ത പ്രോമിസ്. സമ്മറി ഈ പാർട്ട്. ജിം കോർബറ്റ് ഹാഡ് ഗിവൺ ഹിം ദ ഗ്രേറ്റർ പാർട്ട് ഓഫ് ഹിസ് സേവിങ്സ്. He thought that he would not see Lalajee again, but he was sure that he would not be in a position to keep his promise. But Corbett was wrong in his opinion because Lalajee came to see Corbett a few days before the expiry of the time limit. Lalajee explained about his business and the profits out of it, and he returned the 500 rupees. Also, he took a bag containing interest money for the 500 rupees. Corbett refused to accept the interest since it was not his custom to accept interest from friends. Lalajee offered his help to Corbett on any occasion for nearly 11 years. Till Corbett left Mokamegat, Lalajee sent a big basket of the choicest mangoes from his garden as a mark of gratitude to Corbett and also to prove his continuous success in business. അപ്പോൾ ജിം കോർബറ്റ് ലാലാജിക്ക് കൊടുത്തത് അദ്ദേഹത്തിൻ്റെ സേവിങ്സിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സമ്പാദ്യത്തിൽ നിന്നുള്ള ഒരു വലിയൊരു പാർട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അന്നത്തെ കാലത്ത് 500 രൂപ എന്നൊക്കെ പറയുന്നത് ഒരു വലിയ എമൗണ്ടാണ്. അതായത് ഒരു ഹയർ ഓഫീസറായിരുന്നു, റെയിൽവേയിലുള്ള ഒരു ഹയർ ഓഫീസറായിരുന്നു ജിം കോർബറ്റ്. 10 വർഷമായിട്ട് ജോലി ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരാളുടെ സമ്പാദ്യത്തിൻ്റെ ഒരു വലിയൊരു പാർട്ടാണ് 500 രൂപ എന്ന് പറയുമ്പോൾ അത് ആലോചിക്കാമല്ലോ. ഓക്കെ, അപ്പോൾ കോർബറ്റ് വിചാരിച്ചിരുന്നത് ഇനി ഒരിക്കലും ലാലാജിയെ കണ്ടുമുട്ടില്ല എന്നായിരുന്നു. പക്ഷേ അയാളുടെ ആ ഒരു ഒപ്പീനിയൻ, ആ ഒരു അഭിപ്രായം തെറ്റായിരുന്നു. കോർബറ്റ് ആ ഒരു പൈസ തിരിച്ചു ആഗ്രഹിച്ചുകൊണ്ടൊന്നുമല്ല അയാൾക്ക് ആ പൈസ കൊടുത്തത്. ലാലാജി പറഞ്ഞിട്ടുള്ള ആ ഒരു 1 year, അത് ലാലാജി തന്നെ സ്വയം പറഞ്ഞിട്ടുള്ളതാണ്. ആ ഒരു സമയത്തിൻ്റെ ആ ഒരു എക്സ്പയറി ഡേറ്റ് ആവുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലാലാജി കോർബറ്റിനെ കാണാനെത്തി. അയാളുടെ ബിസിനസ്സിലുള്ള വളർച്ചയെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് 500 രൂപ തിരിച്ചു കൊടുത്തു. മാത്രമല്ല അതിൻ്റെ കൂടെ ഈ 500 രൂപയുടെ 25% പലിശ, ആ ഒരു ക്യാഷ് കൂടെ കൊടുത്തു. പക്ഷേ അത് കോർബറ്റ് സ്വീകരിച്ചില്ല. കാരണം ഫ്രണ്ട്സിൽ നിന്നും ഇൻട്രസ്റ്റ് പൈസ കളക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ വാങ്ങുന്നത് അയാളുടെ പതിവല്ല, അത് താല്പര്യമല്ല. പിന്നീട് ലാലാജി എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ വെളിപ്പുറത്തുണ്ടാകും എന്നുള്ള ആ ഒരു തരത്തിൽ സംസാരിച്ചു. ഇപ്പോൾ ഏകദേശം 11 വർഷങ്ങളായി. എന്നിട്ടും ഇപ്പോൾ കോർബറ്റ് മൊക്കാമഘട്ടിൽ നിന്നും പോയിട്ടുണ്ട്. ഇപ്പോഴും ഈ ലാലാജി ഒരു ബിഗ് ബാസ്ക്കറ്റ് നിറയെ ചോയ്സസ്റ്റ് മാംഗോസ്, അദ്ദേഹത്തിൻ്റെ ഗാർഡനിലുള്ള മാംഗോസ് ഈ കോർബറ്റിന് അയക്കും. കാരണം അതൊരു മാർക്ക് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡായിട്ട്, ആൻഡ് ഓൾസോ ലാലാജിയുടെ ബിസിനസ്സിലുള്ള സക്സസിൻ്റെ ഒരു പ്രതീകമായിട്ടും കൂടെ ആണ് ആ ഒരു മാംഗോസ് ഒരു ബാസ്ക്കറ്റ് നിറയെ കോർബറ്റിന് അയച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ലാസ്റ്റ് പോർഷൻ നമ്മുടെ സ്റ്റോറിയിലില്ല. ഓക്കെ, ചെക്ക് യുവർ പ്രോഗ്രസ് 5. ഡിഡ് ലാലാജി കീപ്പ് അപ്പ് ഹിസ് പ്രോമിസ്? ലാലാജി അദ്ദേഹത്തിൻ്റെ പ്രോമിസ് പാലിച്ചോ? യെസ്, ലാലാജി കെപ്റ്റ് ഹിസ് പ്രോമിസ്.
Why did Lalajee send mangoes every year? ലാലാജി എന്തിനാണ് എല്ലാ വർഷവും മാംഗോസ് അയക്കുന്നത്? Lalaji sent mangoes every year as a mark of gratitude to Corbett and also to prove his continuous success in business. Okay. If you were Lalaji, what would you have done? നിങ്ങളാണ് ലാലാജിയുടെ സ്ഥാനത്തെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? സപ്പോർട്ട് ടു യു, നിങ്ങളോടുള്ള ചോദ്യമാണ്. ഓക്കെ, കീവേഡ്സ് ടു ബി റിമെമ്പേർഡ്. Jim Corbett saved a man called Lalajee from a dreadful disease called cholera. Lalajee was a grain merchant. He was cheated by his partner, so he became poor. No one was ready to help him. Corbett gave him 500 rupees to start his business again. Lalajee promised to return the money back in a year. Corbett was not sure of Lalajee's promise, but to his surprise, Lalajee returned his money along with the interest. Corbett didn't accept the interest. And then Corbett received a basket full of choicest mangoes from Lalajee till he left the place. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സ്റ്റോറി ഒന്നാണ് ചുരുക്കി പറഞ്ഞിട്ടുള്ളതാണ്. ജിം കോർബറ്റ് ലാലാജി എന്ന് വിളിക്കപ്പെടുന്ന ഒരു മനുഷ്യനെ ഒരു കോളറ എന്നുള്ള ആ ഒരു ഡ്രെഡ്ഫുൾ ഡിസീസിൽ നിന്നും രക്ഷിച്ചു. ലാലാജി ഒരു ഗ്രെയിൻ മെർച്ചൻ്റ് ആയിരുന്നു, ഒരു ധാന്യ കച്ചവടക്കാരനായിരുന്നു. അയാളുടെ പാർട്ട്ണർ അയാളെ ചതിച്ചു. അങ്ങനെ അയാൾ പാവമായിട്ട് ദരിദ്രനായിട്ട് മാറി. ആരും അയാളെ ഹെൽപ്പ് ചെയ്യാൻ റെഡി ആയിരുന്നില്ല. അങ്ങനെ കോർബറ്റ് ഇയാൾക്ക് 500 രൂപ കൊടുത്തു ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട്. ലാലാജി പ്രോമിസ് ചെയ്തു 1 വർഷത്തിനുള്ളിൽ ആ പൈസ തിരിച്ചു തരുമെന്ന്. കോർബറ്റിന് ഈ ഒരു ലാലാജിയുടെ ഈ പ്രോമിസിൽ ഷുവറൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു എക്സ്പയറി ഡേറ്റ് കഴിയുന്നതിന് മുമ്പേ തന്നെ ലാലാജി വന്നു വിത്ത് ഇൻട്രസ്റ്റ്. ആ ഒരു 500 രൂപ മാത്രമല്ല, അതിനുള്ള ഇൻട്രസ്റ്റും കൂടി ചേർത്തിട്ടാണ് ലാലാജി തിരിച്ചു കൊടുത്തത്. പക്ഷെ കോർബറ്റ് ആ ഒരു ഇൻട്രസ്റ്റ് സ്വീകരിച്ചില്ല. പിന്നീട് കോർബറ്റിന് ലാലാജി എല്ലാ വർഷവും മൊക്കേമഘട്ടിൽ നിന്നും പോയതിന് ശേഷവും, അതായത് കോർബറ്റ് മൊക്കേമഘട്ടിൽ നിന്നും പോയതിന് ശേഷവും എല്ലാ വർഷവും ഒരു ബാസ്ക്കറ്റ് ഫുൾ ഓഫ് മാംഗോസ് കോർബറ്റിന് അയച്ചു കൊടുക്കുമായിരുന്നു. കീവേഡ്സ്: ലാൻഡിംഗ് സ്റ്റേജ്, platform on which passengers and goods are landed. Disembark, go down from the ship or boat. Ramp, stopping way from one level to another, such as the one in a hospital. Gangway, movable bridge connecting the ship side to the land. Good Samaritan, a person who helps others in distress. This expression is from the Bible. Okay. Fatalist, a fatalist is one who believes that events are decided by fate. വിധിയിൽ വിശ്വസിക്കുന്ന ആളുകൾ. Rallied, recovered health strength. Bereft of credit, unable to speak. പിന്നെ നേരത്തെ കൊടുത്ത ചെക്ക് യുവർ പ്രോഗ്രസ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ആണ്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ വിത്ത് റെഫറൻസ് ടു കോണ്ടെക്സ്റ്റ്. So I helped him to his feet and led him the 200 yards that separated my bungalow from the gangs. അതുകൊണ്ട് ഞാൻ അയാളെ രക്ഷിച്ചു, അല്ലെങ്കിൽ ഞാൻ അയാളെ ഹെൽപ്പ് ചെയ്തു. ആൻഡ് ഈ ഒരു ഗംഗയിൽ നിന്നും 200 യാർഡ്സ് അപ്പുറത്തുള്ള എൻ്റെ ബംഗ്ലാവിലേക്ക് അയാളെ കൊണ്ടുപോയി. This passage is taken from the lesson Lalajee by Jim Corbett on seeing the poor health condition of Lalajee affected by cholera. Corbett helped him and made him to stay in one of his coolies' house. ഓക്കെ, അപ്പോൾ മുകളിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു പാസേജ്, അതിൻ്റെ പശ്ചാത്തലം എന്താണ് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം വരുന്നത്. അപ്പോൾ ഈ ഒരു പാസേജ് ജിം കോർബറ്റിൻ്റെ ലാലാജി എന്ന് പറയുന്ന ലെസണിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഒരു ലാലാജിയെ, ഒരു കോളറ എഫക്റ്റ് ചെയ്തിട്ടുള്ള ഒരാളെ കണ്ടപ്പോൾ, അയാളുടെ പൂർ ഹെൽത്ത് കണ്ടീഷൻ കണ്ട സമയത്ത് ജിം കോർബറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇത്. അപ്പോൾ ജിം കോർബറ്റ് അയാളെ സഹായിക്കുകയും അയാളുടെ ഒരു കൂലിയുടെ ഹൗസിൽ താമസിപ്പിക്കുകയും ചെയ്തു. ഈ ഒരു കാര്യമാണത്. ഓക്കെ, സെക്കൻഡ്, why not try to get someone to help to a merchant again? എന്തുകൊണ്ട് വീണ്ടും ഒരു മെർച്ചൻ്റ് ആവാൻ നിങ്ങൾക്ക് ആരുടെയെങ്കിലും സഹായം തേടിക്കൂടാ, അല്ലെങ്കിൽ കിട്ടിക്കൂടാ?
This passage is taken from the lesson Lalajee by Jim Corbett, and these words are spoken by Corbett. When Lalajee wanted to go back to Gaya, Corbett asked him whether he could get help from anyone to become a merchant again. അപ്പോൾ ഈ പാസേജ് ജിം കോർബറ്റിൻ്റെ ലാലാജി എന്നുള്ള ഈ ഒരു ലെസണിൽ നിന്നും എടുത്തതാണ്. ഇത് ജിം കോർബറ്റിൻ്റെ വാക്കുകളാണ്. ജിം കോർബറ്റ് പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു തന്നിട്ടുള്ള ആ ഒരു ലൈൻ എന്ന് പറയുന്നത്. ലാലാജി ഗയയിലേക്ക് തിരിച്ചു പോകുന്ന കാര്യം പറഞ്ഞ സമയത്ത് അപ്പോൾ കോർബറ്റ് ചോദിച്ചു എന്തുകൊണ്ട് ഒരു മെർച്ചൻ്റ് വീണ്ടും ആയിക്കൂടാ എന്നുള്ള ആ ഒരു ചോദ്യമാണ് അവിടെ. 3. Until I left Mokkamagat, every year a big basket of choicest mangoes from Lalajee's garden. ഞാൻ തിരിച്ചു മൊക്കാമഘട്ടിൽ നിന്നും വന്നിട്ട് പോലും എനിക്ക് എല്ലാ വർഷവും ലാലാജിയുടെ കയ്യിൽ നിന്നും ലാലാജിയുടെ ഗാർഡനിലെ മാംഗോസ് എനിക്ക് ഒരു ബാസ്ക്കറ്റ് ഫുൾ ഓഫ് മാംഗോസ് എനിക്ക് അയക്കും. This passage is taken from the lesson Lalajee by Jim Corbett. Lalajee, as a token of love and affection, sent a big basket of choicest mangoes from his garden. Because of Corbett's timely help, he attained his ambition in becoming a successful merchant again. അപ്പോൾ ഈ ഒരു പാസേജ് ജിം കോർബറ്റിൻ്റെ ലാലാജി എന്ന് പറയുന്ന ഒരു ലെസണിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ലാലാജി ഇങ്ങനെ ചോയ്സസ്റ്റ് മാംഗോസ് കോർബറ്റിന് അയക്കുന്നത് ഒരു ടോക്കൺ ഓഫ് ലവ് ഒക്കെ ആയിട്ടാണ്. കാരണം ജിം കോർബറ്റ് ശരിയായ സമയത്ത് ലാലാജിയെ സഹായിച്ചു. ആ സഹായിച്ചത് കാരണം അയാളുടെ ഒരു അംബിഷനായിട്ടുള്ള ഒരു സക്സസ്ഫുൾ മെർച്ചൻ്റ് ആവുക എന്നുള്ളത് അച്ചീവ് ചെയ്തു. അതിൻ്റെ ഒരു ടോക്കൺ ഓഫ് ലവ് ആയിട്ട്. നെക്സ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻസ്. നരേറ്റ് ദ സ്റ്റോറി ഓഫ് ലാലാജി ഇൻ യുവർ ഓൺ വേർഡ്സ്. ഈ ഒരു സ്റ്റോറി ഒന്ന് നിങ്ങളുടെ സ്വന്തം വേർഡ്സിലൊന്ന് നരേറ്റ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ലാലാജി എന്നുള്ള ജിം കോർബറ്റിൻ്റെ ഈ ഒരു ലെസൺ. ആ ലാലാജി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ ഒരു പ്രോമിസ് ചെയ്തു. എന്നിട്ട് ആ പ്രോമിസ് അയാൾ 1 വർഷത്തിനുള്ളിൽ തന്നെ പാലിച്ചു. ആ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അയാൾ പാലിച്ചു. ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. താങ്ക് യു.